അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ മാനസിക പീഡനം എന്ന് പറഞ്ഞ അതിന്റെ പീക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവം പറ കേക്കട്ടെ. വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. അവിഹിത കഥകള്, അവിഹിത കഥകളുടെ പല പല വേർഷൻസ് ഉണ്ട്. ഫ്ലാഷ് ബാക്ക്. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങുകയല്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിന്റെ ഒരു മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. എന്തു പറഞ്ഞൂടെ? അയാൾ എന്താ പറഞ്ഞെന്ന്? ഒന്നും പറഞ്ഞില്ല, പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നവംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ദുബായി പോയപ്പോ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് കണ്ടു. മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. ഒരു മെസ്സേജ് കണ്ട ഉടനെ ഗാർഹിക പീഡനം നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആ മെസ്സേജിൽ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡനമാണെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരായിട്ടായിരിക്കുമല്ലോ ആ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. അങ്ങനെയെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇനി ദുബായിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ